ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. പ്രിയമുള്ളവരെ, സുഖം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവിക്കുമ്പോ കിട്ടില്ല. ധനവാന്റെയും ദരിദ്രന്റെയും ഉപമ, ധനവാന്റെ ലാസറുടെ ഉപമ കർത്താവ് പറഞ്ഞു. എന്തേ ധനവാന് ഈ ലോകത്തിൽ വലിയ സുഖങ്ങൾ കിട്ടി? ഈശോ പറഞ്ഞില്ലേ, അവൻ മരിച്ചപ്പോൾ നരകാഗ്നിയിൽ എന്ത് തെറ്റ് ചെയ്തു? ഭാര്യയെ സ്നേഹിച്ചോ? ധ്യാനം കൂടിയോ? വീട് വെച്ചോ? കുട്ടികളെ പഠിപ്പിച്ചോ? കുമ്പസാരിച്ചോ? കുർബാനയ്ക്ക് പോയോ? ദശാംശം കൊടുത്തോ? പിന്നെ എന്തുട്ടതാ പാപം ചെയ്തെന്ന്? നീ ചെയ്യേണ്ട നന്മ ചെയ്തില്ല. നിന്റെ ഭാര്യയും കുട്ടികളും സുഖമായിട്ട് ജീവിക്കണം, അത്ര നീ കരുതിയുള്ളോ നരകത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയത്? അതാണ് അവന്റെ കുറെ ആൾക്കാർ ഈ ലോകത്തുണ്ട് കേട്ടാ. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കണ്ടമൻ ആൾക്കാരുണ്ട്. എന്താ പ്രിയമുള്ളൊരു ധനവാൻ ചെയ്ത് തെറ്റ്? എന്താ ധനവാന് സുഖം കിട്ടാൻ അവസാനം? ലോകത്തിലെ എല്ലാ കാലത്തും എല്ലാ പച്ചപ്പെട്ടും മഞ്ഞപ്പെട്ടും നീലപ്പെട്ടിലൊക്കെ കിടന്നാള് അവസാനം നരകാഗ്നിയിലെത്തിയപ്പോഴാണ് എന്തടാ അല്ലൊരു സുഖല്ല. എന്ത് പറ്റി? ചെയ്യേണ്ട നന്മ ചെയ്തില്ല. ദരിദ്രനായ ലാസർ അവിടെ കിടക്കണ കണ്ടപ്പോ എന്റെ ആരുമല്ലല്ലോ, എനിക്ക് എന്റെ ഭാര്യ കുട്ടികൾ, ഇവനാരാ? അവൻ ദാരിദ്ര്യം എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. വേണ്ട, നിന്റെ ഭർത്താവ് നിന്നെ രക്ഷിക്കില്ല, നിന്റെ ഭാര്യ നിന്നെ രക്ഷിക്കില്ല, നിന്റെ മക്കൾ നിന്നെ രക്ഷിക്കില്ല. ഞാൻ പോനെ എന്തുട്ട് രക്ഷിക്കില്ലെന്ന്? മരിച്ച വിശ്വാസ പോയിന്ന് കാണുമ്പോ മക്കള് തപ്പല് കാണണം. ആദ്യം തപ്പണത് ATM കാർഡ്. ATM കാർഡ് വിളിച്ചാൽ പാസ്വേഡ് വല്ലയിടത്തുണ്ടാവോ? വല്ലയിടത്ത് അപ്പൻ്റെ ഡയറി എടുത്താൽ പാസ്വേഡ് നോക്ക്. നിന്റെ ശ്വാസം പോയാൽ മക്കള് തപ്പണത് ആധാരം ഇവിടെ, ATM കാർഡ് ഇവിടെ, ഏതൊക്കെ ബാഗിൽ ഡെപ്പോസിറ്റ്. നീ പോയി, ഇനി നിന്നെ വേണ്ട. അവർ തപ്പുന്നത് നിന്റെ സമ്പത്ത്. മാതാപിതാക്കളെ, ആ ധനവാൻ എല്ലാ സൗകര്യങ്ങളിൽ ലോകത്ത് ജീവിച്ചു, പക്ഷെ ചെയ്യേണ്ട നന്മ ചെയ്തില്ല. ഉപേക്ഷ മൂലമുള്ള പാപം, ആ പാപമാണ് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിൽ അധികം. നമ്മൾ പാപം അധികം ചെയ്യണില്ല, പക്ഷെ ചെയ്യേണ്ട നന്മ നമ്മൾ ചെയ്യണില്ല. അതുകൊണ്ടാണ് നമുക്ക് സുഖമില്ലാത്തത്. എന്തുകൊണ്ട് നമ്മളെ സന്തോഷമില്ലാണ്ടിരിക്കണോ? നിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ മനുഷ്യന്റെ വേദന കാണാൻ നിനക്ക് തയ്യാറില്ലെങ്കിൽ നീ ആ ധനവാന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഉറപ്പ്. നീ എൻ്റെ ശരീരത്തിന് കേടുവരാൻ പാടില്ല, എനിക്ക് രോഗം വരാൻ പാടില്ല, എൻ്റെ മക്കൾക്ക് നല്ല പഠിപ്പുണ്ടാവണം, വീട് പണി കഴിയണം, ഇതൊക്കെ നിന്റെ ആഗ്രഹമുള്ളോ? പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ലോകത്ത് വന്നിട്ട് ആരുടെ കാര്യ? മാതാവിന്റെ കാര്യം പറഞ്ഞോ? തന്റെ വളർത്തിയത് ഔസേപ്പിതാവിന്റെ കാര്യം പറഞ്ഞോ? ഇല്ലല്ലോ. യേശു ക്രിസ്തുവിന്റെ മക്കളാ നമ്മൾ. ഏത് മനുഷ്യൻ കരയുന്നത് കാണുമ്പോൾ യേശു എന്തിപ്പോ കരയണേ? അയ്യോ എന്റെ മോൻ കരച്ചത്, എനിക്ക് ആരുമില്ല, എനിക്കൊരു മോനുള്ള മോൻ മരിച്ചു. കരയാണ്ടിക്ക് എഴുന്നേൽക്കുക. ആ കുട്ടിയെ എഴുന്നേൽപ്പിച്ച് കൊടുത്തു. ഇതാണ് യേശു ക്രിസ്തു. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സുഖങ്ങൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങൾ ദുഃഖത്തിലെത്തും. നമ്മുടെ സുഖങ്ങൾ വെട്ടിക്കുറയ്ക്കണം. അപരന് സുഖം കൊടുക്കാൻ പരിശ്രമിച്ചാൽ നിങ്ങളുടെ സുഖം 100 ഇരട്ടിയായി വർദ്ധിക്കും. അവിടെയാണ് മനുഷ്യൻ ആദിമ ക്രൈസ്തവർ ജീവിച്ചത്. എങ്ങനെയാണെന്നറിയോ? സർവസമ്പത്തും കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് പറഞ്ഞു നമ്മുടേതെന്ന് പറഞ്ഞാൽ മതി, ഇതെന്റേന്ന് പറയണ്ട. അങ്ങനെ തുടങ്ങിയതാ ക്രൈസ്തവ സമൂഹം. പറ്റിയതെന്താ? കുറെ കഴിഞ്ഞപ്പോ ഇതെന്റെ, ഇത് നിന്റെ. പ്രിയമുള്ളവരെ, ഉള്ളിലുള്ള സ്നേഹം ദൈവസ്നേഹം അല്ലാതായിപ്പോ. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം സന്തോഷിക്കാത്തത്.
ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ബന്ധുക്കളും അങ്ങനെയല്ല യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മദർ തെരേസ ഇന്ത്യക്കാരിയല്ല. ഇന്ത്യയിൽ വന്നിട്ട് ജീവിക്കുമ്പോ നീ എന്തിനിപ്പം ഇങ്ങോട്ട് വന്ന, എവിടെയായാലും എന്താ, പോണില്ല, ഇവിടെ മരിച്ചു. ആ മനസ്സ് മദർ തെരേസ നമ്മളോട് പറഞ്ഞത് എന്താ? ഇന്ത്യ, പാകിസ്ഥാനോ ചൈനയൊന്നും പ്രശ്നമില്ല കേട്ടോ, കർത്താവ് എവിടെയുണ്ട്. ആ ബോധ്യത്തിലേക്ക് വരുമ്പോ മദർ തെരേസ വലിയ സന്തോഷത്തോടെ പ്രിയമുള്ളവർ ഈ ലോകത്ത് ജീവിച്ചു. അപ്പോൾ അച്ഛൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തതിൻ്റെ ഒരു കാരണം, നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. 2, ഉള്ളത് കൊണ്ട് നമ്മൾ സംതൃപ്തിയുള്ളവരല്ല, നമുക്ക് പോരാ. 1 തിമോത്തി 6:6 നമ്മൾ വായിക്കും, ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുന്നവന് ദൈവഭക്തിയാണ് സമ്പത്ത്. പ്രിയമുള്ളവരെ, സമ്പത്തല്ല സമ്പാദിക്കേണ്ടത്, സംതൃപ്തിയാണ് സമ്പാദിക്കേണ്ടത്. സംതൃപ്തി. കല്യാണം കഴിച്ചിട്ട് ഇത്ര വർഷമായില്ലേ ത്രേസ്യാമ്മേ, നിനക്ക് സംതൃപ്തി ഉണ്ടേ? സമ്പത്ത് കുറെ നിൽക്കുന്നുണ്ട്, സംതൃപ്തി ഉണ്ടാ? അതില്ല. പിന്നെ എന്താ കാര്യം? ജോസഫ്, നിനക്ക് അല്ലാണ്ട് സംതൃപ്തി ഉണ്ട്? അല്ല, സംതൃപ്തി ഉണ്ട്. അല്ല ഉണ്ടാ? ആലോചിക്കാൻ. പ്രിയമുള്ളവരെ, ധാരാളം മനുഷ്യരുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ മനസ്സിന് സുഖമില്ല. അന്തോണിട്ടുണ്ട് അസുഖത്തിലാണ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഇത് മതി എന്ന് പറയാൻ എത്ര പേര് തയ്യാറാണ്? അവിടെ നിങ്ങളെ സന്തോഷിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ പോരാ എന്തൊക്കെ വേണം പ്രിയമുള്ള. ഞാൻ പറഞ്ഞു വന്നില്ലേ, ഈശോ തെരഞ്ഞെടുത്തതാരെ മുക്കുവന്മാരെ. അവർക്ക് എന്തറിയാം? അറിവുണ്ടോ, പഠിപ്പുണ്ടോ, കഴിവുണ്ടോ? മീൻ പിടിക്കാൻ മാത്രം അറിയാം. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, വലത്ത് വശത്ത് വീശാൻ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ് വീശി നിറച്ച് മീനെ കിട്ടിയപ്പോ പത്രോസ് എന്താ ചെയ്യുന്നറിയോ? കാൽക്ക് വിട്ടു. അയ്യോ, ഞാൻ അഹങ്കാരിയായ മനുഷ്യനാണ്, എൻ്റെ വിചാരം ഞാനാണ് വലിയ മുക്കുവെന്ന് തെറ്റുപറ്റിപ്പോയി, എന്നിൽ നിന്ന് അകന്നു പോകണേന്ന്. ആരോട്? യേശു ക്രിസ്തുവിനോട്. അകന്നു പോകാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് യോഗ്യതയില്ല. ഈശോ എന്താ പറഞ്ഞേ? മോനെ പത്രോസ്, നീ എന്നെ അനുഗമിക്കണ. എന്താ പിന്നത്തെ വചനം എന്നറിയാം? അവിടെ പത്രോസ് വഞ്ചി, വല, മീൻ, അപ്പൻ ഇതൊക്കെ ഉപേക്ഷിച്ച് ആരെ അനുഗമിച്ചു? പറ. പക്ഷെ എൻ്റെ ദൈവമേ, നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മളായിരുന്നു. എൻ്റെ ദൈവമേ, അങ്ങനെയൊക്കെ വേണോ? അല്ല, നീ എന്നെ അനുഗമിക്കണമെങ്കിൽ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പറഞ്ഞ. അയ്യോ, എൻ്റെ ദൈവമേ, ആദ്യമായിട്ടാണ് ഇത്ര മീനെ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യും കർത്താവേ, ഒരു കാര്യം ചെയ്യും. എന്താണ്? ഒരു 1/2 കിലോ ചാളയെങ്കിലും എൻ്റെ കയ്യിൽ എടുക്കട്ടെ, എനിക്കൊരു മനസ്സമാധാനത്തിൽ. ഇതൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു സമാധാനം ഇല്ല. ഒരു 1/2 കിലോ ചാള, 1/2 കിലോ ചാള എടുത്തില്ല. വഞ്ചി നിറച്ച് മീൻ അവിടെ ഇട്ടട്ടം കിടപ്പോന്നു. ഫ്രാൻസിസ് അസീസിനെ കേട്ടണ്ട. വഞ്ചി നിറച്ച് മീനല്ല, അവന്റെ വീട് നിറച്ച് സിൽക്ക. കോടികളാ. മാതാപിതാക്കളെ മക്കളെ വളർത്തിക്കൊണ്ടിരുന്നില്ലേ? നമ്മുടെ വിചാരം മക്കൾക്ക് അങ്ങോട്ട് കൊടുത്താൽ സ്നേഹം കിട്ടും. സ്നേഹം കിട്ടില്ല. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, പണം കൊടുത്താൽ വേണമെങ്കിൽ പണം കിട്ടും. അങ്ങനെയല്ല നമ്മുടെ തൊപ്പിക്കാരൻ്റെ കഥയിൽ പറഞ്ഞത്. തൊപ്പി കൊടുത്തപ്പോൾ തൊപ്പി കിട്ടി എന്ന് പറഞ്ഞ പോലെയാണ്. എന്താ നിങ്ങൾ കൊടുക്കണം, അത് ഇങ്ങോട്ട് കിട്ടും. മാതാപിതാക്കളെ, ഫ്രാൻസിസ് അസീസിയെ, ആ മാതാപിതാക്കൾ പോലും ദൈവസ്നേഹത്തെ അകന്നു പോയി. യേശു ക്രിസ്തു ഫ്രാൻസിസിന്റെ ഹൃദയത്തെ തൊട്ടു. ഫ്രാൻസിസ് തൻ്റെ അപ്പൻ നെയ്ത് വെച്ചുള്ള പട്ടുകൾ കൊണ്ട് ദരിദ്രർക്ക് കൊടുത്തപ്പോ അപ്പന് പിടിച്ചില്ല, മെത്രാനത്തിനടുത്ത് കൊണ്ടുവന്നു. സന്തോഷം നിറഞ്ഞൊരു മനുഷ്യന്റെ കഥ ഞാൻ അച്ഛൻ പറയണത്. ഈ ലോകത്തിൽ തുള്ളിച്ചാടി നടന്നൊരു മനുഷ്യനുണ്ട്. അസീസിൽ വേണമെങ്കിൽ ഒന്ന് പൊക്കോട്ടെ. ഫ്രാൻസിസ് അസീസി, കോടീശ്വരന്റെ പുത്രൻ. നിങ്ങൾക്കില്ല മക്കള്? എന്താ മക്കളെ പഠിക്കണം? എനിക്ക് MBA പഠിക്കണം, BBA പഠിക്കണം. അത് പഠിപ്പിച്ചിട്ട് അവിടെ കൊണ്ട് ഓസ്ട്രേലിയയിലുണ്ട്, അമേരിക്കയിലോട്ട് കുറച്ച് കാശ് കിട്ടിയിട്ട് എന്തെല്ലാം സ്വപ്നങ്ങൾ. എന്നിട്ട് എന്തിനാ പ്രിയമുള്ളവരെ? ഇവിടെ ഒരു മഴ, ക്യാൻസർ കഴിഞ്ഞു. ഫ്രാൻസിസ് അസീസി അപ്പനോട് പറഞ്ഞു, അപ്പാ, ഇങ്ങനെ കുറെ കാശ് ഉണ്ടാക്കിയിട്ട് കൂട്ടിവെച്ച് പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തിയിട്ട് ജീവിക്കുന്നുണ്ട്, സുഖം കിട്ടില്ല. ഡാ നീ ഇട്ടിരിക്കണ വസ്ത്രം അടക്കം ഈ അപ്പുണ്ടാക്കി തന്നാണ് കേട്ടാ. അറിയോ നിങ്ങൾക്ക്? അച്ചെറുപ്പക്കാരൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, ഇതൊക്കെ ഇപ്പൊ അപ്പൻ്റെ ആണല്ലേ? അതെ. കംപ്ലീറ്റ് ഷർട്ട് ഊരി, പാൻസ് ഊരി,
അവസാനം അണ്ടർ ഗാർമെന്റ്സ് ഊരി കംപ്ലീറ്റ് ഊരിയിട്ട് അപ്പൻ്റെ അമ്മയുടെ കാൽക്ക് വെച്ചിട്ട് പറഞ്ഞു, അതെ ഊരാൻ പറ്റാവുന്നത് ഇനി ഒന്നുമില്ല, തുമ്മേ ഒക്കെ കിട തന്നിട്ടുണ്ട്, ഞാൻ പൊക്കോട്ടെ. നഗ്നനായി കൈ വിരിച്ചു പിടിച്ച് ഈ ലോകത്തിലേക്ക് നടന്നുപോയ ഫ്രാൻസിസ് അസീസിക്ക് എന്താ സംഭവിച്ച? സങ്കടാ, സന്തോഷം. സഹോദരി മരണമേ വരിക എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് അസീസി മരിക്കണ സമയത്ത് പോലെ എന്താ പറഞ്ഞതറിയോ? സന്തോഷം. മരിക്കണ സമയമായപ്പോ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, അക്കഴുതേനെ ഒന്ന് വിളിക്കാൻ. അയ്യോ, ഇത് കഴുത, ശരിക്കുള്ള കഴുതേനെ വിളിക്കാൻ പറഞ്ഞു. കഴുതേനെ കൊണ്ടു നിർത്തിയിട്ട് ആ ഫ്രാൻസിസ് പറയാണ്, അല്ലയോ കഴുതേ, ഞാൻ നിന്റെ പുറത്ത് പല പ്രാവശ്യം ഇരുന്ന് പോയിട്ടുണ്ട്. നിനക്ക് വേദനിച്ചുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നിനക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ മരിക്കുകയാണേ. അയ്യോ, നാലോചിക്കാൻ കഴുതേറെ പുറത്തിരുന്നതിന് ക്ഷമ ചോദിച്ചു ഫ്രാൻസിസ്. മരിക്കുമ്പോ എന്താ പറഞ്ഞറിയോ? എന്നെ കട്ടിൽ ഇറക്കി കിടത്തോ. എന്തിനത്? എന്നെ മണ്ണിലേക്ക് കിടത്ത്. എന്താ അങ്ങനെ പറയണേ? ഞാൻ മണ്ണിന്ന് വന്നല്ലേ? അതെ, മണ്ണിലേക്കല്ലേ പോണേ? അതെ, അടുത്ത് കിടന്നോട്ടെ എന്ന്. മരിച്ചാൽ എന്ത് ചെയ്യണം? എവിടെ അടക്കണം? ആൾത്താരുടെ ഏറ്റവും അടുത്തുള്ള കല്ലറയിൽ നമുക്ക് അടുത്താൻ പറ്റൂ. അവിടെ എന്താ വില? അവിടെ 5 ലക്ഷം രൂപയാണ് ഒരു കല്ലറക്കി. ആയിക്കോട്ടെ. ഫ്രാൻസിസ് എന്താ പറയുന്നറിയോ? ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം പട്ടണത്തിന് പുറത്ത് കള്ളന്മാരും കൊള്ളക്കാരും അവരെ അടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അടക്കണം. കാരണം എൻ്റെ ഗുരു കള്ളന്മാരുടെ ഇടയിൽ കിടന്നിട്ടാണ് മരിച്ചത്. കരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളെ, നമ്മുടെ ഹൃദയം കാണണം തമ്പുരാൻ. നമുക്ക് തമ്പുരാന്റെ ഹൃദയം കാണണം. നീ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടോ കർത്താവ് കണക്കെടുക്കില്ല. വലതുഭാഗത്ത് കിടക്കുന്ന കള്ളന് തീരെ സുഖമില്ല. യേശു ക്രിസ്തുവിന്റെ ഒരൊറ്റ വാക്ക്, എന്നോർക്കണട്ടാ എന്ന് പറഞ്ഞു. ആര്? വലതുഭാഗത്തെ കള്ളൻ. കർത്താവ്, നിന്നെ ഓർക്കണ പ്രശ്നമൊന്നുമില്ല, നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോവാണ്. കൂടെ കൊണ്ടുവന്ന് എവിടേക്ക്? പറുദീസയിലേക്ക്. ആദ്യമായിട്ട് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് അമ്മേനെ അല്ലാട്ടാ, പത്രോസിനെ അല്ലാട്ടാ. ആര്യാ? ഒരു കള്ളനെ. അവന്റെ യോഗ്യത എന്താ? പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക. ആ മനുഷ്യൻ മരിക്കുമ്പോ പോലെ എന്തോരം സുഖം അനുഭവിച്ചിട്ട് മരിച്ചെന്നറിയോ? ഇന്ന് മരിക്കുന്ന സമയത്ത് എന്തോരം സുഖമുണ്ട്. മരിക്കാറായെന്ന് കാണുമ്പോഴേക്കും ഓടി വരും മക്കളൊക്കെ. അടുത്ത കാലത്ത് ഒരു സഹോദരി പറഞ്ഞു അപ്പനോട്, അപ്പൻ എന്താ എപ്പോഴും ചേട്ടന്റെ വീട്ടിൽ നിൽക്കണേ? എൻ്റെ വീട്ടിൽ വന്ന് നിന്നൂടെ? എത്ര നാളായി ഞാൻ അപ്പനോട് പറഞ്ഞു, എപ്പോഴും അപ്പൻ ചേട്ടന്റെ വീട്ടിൽ നിൽക്കുള്ളൂ, എന്നെ കെട്ടിച്ചു വിട്ടു എന്ന് കരുതിയിട്ട് എൻ്റെ വീട്ടിൽ നിന്നല്ല അപ്പന് വല്ല പ്രശ്നം ഉണ്ടാ? ആ മോളുടെ സ്നേഹം കണ്ടോ? എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, അപ്പൻ ഏത് വീട്ടിലാണോ നിൽക്കുന്നത് ആ വീട്ടിലേക്കായിരിക്കും അപ്പൻ്റെ പെൻഷൻ പോകുക എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അപ്പൻ എന്താ എൻ്റെ വീട്ടിൽ വന്ന് നിന്നാല് സ്നേഹം. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ള എന്താ നമുക്ക് സുഖമില്ലാത്തതെന്നറിയാ? ഉണ്ട ചുരുട്ടുകളാണ് ഉള്ളിൽ നിറച്ച്. കൊട്ടക്കാട്ടേക്ക് ഫോൺ പോയി. ഹലോ, റോസിലല്ലേ? അതെ, അമ്മയ്ക്ക് തീരെ സുഖല്ലടി, സീരിയസ് ആണ്. അപ്പൊ റോസിൽ ചോദിക്കുക, സാധാരണ സീരിയസ് ആണോ വളരെ സീരിയസ് ആണോ എന്ന്. കുറെ പ്രാവശ്യമായി സീരിയസ് ആണെന്നോട് നമ്മൾ ഇങ്ങോട്ട് ഓടി വരണേ. അപ്പൊ കൃത്യം നിങ്ങൾ ചോദിച്ചോളൂ, എന്തെന്ന്? സാധാരണ സീരിയസ് ആണോ വളരെ സീരിയസ് ആണോ? വളരെ സീരിയസ് ആണ്. ബറോഡേന്ന് ചേട്ടൻ പുറപ്പെട്ടിട്ടുണ്ട്. വാരന്തരപ്പള്ളിന്ന് സിസിലി വന്നോ? ചേച്ചി ഇന്നലെ വന്ന് കിടന്നാണ്. ഇനി ഒന്നും നോക്കാനില്ല, പകുതി വെന്തരച്ച് കൂട്ടാൻ ഇറക്കിയ വെച്ചു. പറഞ്ഞ എൻ്റെ അമ്മയാണ് എനിക്ക് വലുത്, ഒരൊറ്റ വരവണു. ഇതാണ് മക്കൾ സ്നേഹം. അവള് ഓടി വന്ന അമ്മേരെ വീട്ടിലേക്ക് കേറുമ്പോഴേക്കും എൻ്റെ അമ്മേനെ ഞാൻ പൊന്നുപോലെ നോക്കും അടിച്ച്. എന്താണെന്നറിയില്ല, ഈ സ്ത്രീകള് അമ്മമാർക്ക് അസുഖമായിട്ട് വരണ നേരത്തെ അപ്പൊ വരണ ഒരു വാക്കാണ്, എൻ്റെ അമ്മേനെ പൊന്നുപോലെ നോക്കും. പൊന്ന സ്നേഹം കണ്ടോ? ഞാൻ ഒരു ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചി എപ്പോഴും ഇങ്ങനെ പൊന്നുപോലെ നോക്കണം? നിങ്ങൾക്ക് ഇത്തിരി വെള്ളി പോലെ നോക്കിയ വല്ല കുഴപ്പമുണ്ടോന്ന് വെച്ചു. അതല്ല സ്വർണത്തിനാണ് വില കൂടുതൽ. പിന്നെ അവിടെ ചെല്ലുമ്പോ നമ്മള് പെർഫോമൻസിലാണ് കൂടുതലായിട്ട് മാർക്ക് കിട്ടുക. ഐഡിയ സ്റ്റാർസുകളിൽ അങ്ങനെയാണ്, പാട്ട് തെറ്റിയാലും പെർഫോമൻസ്. അപ്പൊ അവള് വന്നിട്ട് എൻ്റെ അമ്മേനെ ഞാൻ പൊന്നു, ആ പെർഫോമൻസിലാണ്. ആ ചേട്ടന്മാരൊക്കെ നോക്കും, അവൾക്ക് എന്തൊരു സങ്കടാടാ. ആ സങ്കടത്തിന്റെ ആടനുസരിച്ചിട്ടാണ് അത് വെക്കുമ്പോ ഇത് കിട്ടുക. ഏത്? ഞാൻ പറയില്ലേ, പ്രിയമുള്ളവരെ, ഈ ലോകത്തില്
മനുഷ്യൻ വയ്യാണ്ട് കിടക്കണ അമ്മ മരിച്ചിട്ടില്ല. അമ്മേനെ വന്നിട്ട് നോക്കാൻ നിൽക്കണേ. ഞാൻ ആരും കുറ്റം പറയണമെന്നൊന്നും കരുതരുതിട്ട. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർക്ക് വല്ലതും തോന്നിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വയ്യാണ്ട് കിടക്കണേനെ വന്നിട്ട് മോള് ചോദിക്കും, അമ്മ കയ്യിന് തെരിപ്പുണ്ടാ? ചെറിയൊരു തെരിപ്പുണ്ട്. അവൾ അങ്ങോട്ട് ഒഴിയാൻ തുടങ്ങും. നല്ല ഒഴിച്ചിൽ പഠിച്ചിട്ടുള്ള കുട്ടിയാണേ. ആ കോട്ടക്കൽ ആയുർവേദശാലയിൽ അവൾക്ക് 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അവൾ എന്നിട്ട് അമ്മയുടെ കൈ അങ്ങോട്ട് ഒഴിയും. ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് പോയിട്ട് പിറ്റേ ദിവസം ഇവിടെ നിന്ന് നാത്തൂൻ വിളിച്ചിട്ട്, ഇവിടെ അമ്മ കിടന്ന് കറിയുണ്ടാ. എന്തിനാണാവോ? അമ്മയുടെ കൈമത്തെ വള കാണാനില്ലാന്ന്. അതായത് അവൾ ഇങ്ങനെ ഒഴിഞ്ഞല്ലോ, നല്ല പ്രസ് ചെയ്ത് ഒഴിഞ്ഞാലാണ് അതിനൊരു നീർക്കെട്ട് മാറി കിട്ടുള്ളൂ. അപ്പോൾ അവളിങ്ങനെ പ്രസ് ചെയ്ത് ഒഴിയുമ്പോൾ എന്താ പ്രസ് എന്തായാലും പണ്ട് കാലത്ത് അമ്മയ്ക്ക് നല്ല തടി ഉണ്ടായിരുന്നു. വള അവിടെ ടൈറ്റായിട്ട് കിടന്നിട്ട് അനങ്ങ പറ പോലെ കിടന്നിരുന്ന വളയാണ്. പക്ഷെ കൈയൊക്കെ ശോഷിച്ചില്ലേ. അവൾ ഒഴിയുമ്പോൾ വള പടിഞ്ഞാറ് കോട്ടയ്ക്ക് പോകും, കിഴക്കേ കോട്ടയ്ക്ക് വരും. പടിഞ്ഞാറ് കോട്ട കിഴക്കേ കോട്ട ഇങ്ങനെ ഓടി ഓടി നടക്കണ വളയല്ലേ. വള വേണം അവളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയിട്ട് നമുക്ക് വളേനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വള അവളുടെ കയ്യിലേക്ക് പോയി. അതുകൊണ്ട് ഇവിടെ ഇരിക്കണ പ്രായം ചെന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, മക്കൾ വന്ന് തരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ സൂക്ഷിച്ചിങ്ങോട്ട് നിങ്ങൾ പെരുമാറണം. കയ്യമ്മ തൊട്ടുള്ള കളി വേണ്ട. അതാണ് ഡേവിഡ് സർ മലച്ചൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. പിന്നെ നിനക്ക് ഒഴിയണമെന്ന് നിർബന്ധമാണെങ്കിൽ നട്ടല്ലൊഴിടി. അതും ഒരു സാധനമില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തില് നമ്മളൊക്കെ മനുഷ്യരോട് എങ്ങനെ സുഖം കിട്ടുക? നമുക്ക് സുഖമില്ലാത്തതിന്റെ കാരണം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടച്ചുരുട്ടുകളാ. യഥാർത്ഥ സ്നേഹം, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ എന്ന് യേശു പറഞ്ഞത് വെറുതെ അല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ഉള്ളിലൊക്കെ ഒരാളെ സ്നേഹിക്കുമ്പോ അയാളിൽ നിന്ന് എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും? അത് ദൈവസ്നേഹമേ അല്ല. ഞാൻ ഭർത്താവിനെ സ്നേഹിച്ചാൽ എന്ത് കിട്ടും? ഇവളെ കെട്ടിയാൽ ഇവളുടെ സ്വത്ത് എന്തോരം കിട്ടും എന്ന് കരുതി നീ ആരെ സ്നേഹിക്കുന്നുവോ അതൊന്നും നിനക്ക് ജീവിതത്തിൽ സന്തോഷം തരില്ല. യഥാർത്ഥ സ്നേഹം എല്ലാം സഹിക്കും, സ്നേഹം എല്ലാം കൊടുക്കും, സ്നേഹം എല്ലാം ക്ഷമിക്കും, സ്നേഹം എല്ലാം സഹിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സന്തോഷമില്ലാത്തതിന്റെ കാരണം നാം ക്ഷമിക്കാനോ കൊടുക്കാനോ പൊറുക്കാനോ തയ്യാറല്ല. എൻ്റെ സുഖം ഞാനും എൻ്റെ ആളും. പ്രിയമുള്ളവരെ, ആലോചിക്കുക. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ പോകുമ്പോൾ ആ ധനവാന്റെ കുടുംബത്തിൽപ്പെട്ടവനാണോ ഞാൻ? ആ ധനവാൻ ഈ ലോകത്തിലെ സർവ്വസുഖങ്ങൾ അനുഭവിച്ചു, പക്ഷെ മരിക്കുന്ന സമയത്ത് സമാധാനം പോയി. നല്ല കള്ളനോ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു പോയി, പക്ഷെ അവൻ അവസാനം യേശുവിനോട് പറഞ്ഞു, ഞാനൊരു കള്ളനാണ്, ഇതിന് എനിക്ക് അർഹതപ്പെട്ടതാണ്, പക്ഷെ എന്നെ ഓർക്കണം. അതോടുകൂടി അവന്റെ ജീവിതം സന്തോഷത്തിലേക്ക് പോയി. ധൂർത്തപുത്രൻ ജീവിതത്തിൽ സുഖം തേടിപ്പോയി. അവസാനം അവൻ പന്നിക്കൂട്ടിലെത്തി. തിരിച്ചു വന്നപ്പോൾ ആ പിതാവിന്റെ ഒരൊറ്റ ആശ്ലേഷത്താൽ അവന്റെ മനസ്സിലെ സർവ്വ സങ്കടങ്ങളും പോയി. അവൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ മകൻ വേണ്ട, ദാസനെ പോലെ മതി. അവന്റെ ഹൃദയം സന്തോഷിച്ചു. മാതാപിതാക്കളെ, കുറച്ച് ജീവിതം ഉള്ളോട്ടോ ഈ ലോകത്തില്. നിങ്ങൾ കടന്നു പോയാൽ, ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട്, ഒരു 100 വർഷം മുമ്പ് ഈ ദേശത്ത് താമസിച്ചിരുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. കാരണം എന്താ? അതോ എങ്ങനെ ഓർമ്മയുണ്ടാവണോ? 100 വർഷം കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന നിങ്ങളെ റോട്ടാളി ലോകം ഓർക്കില്ല. കർത്താവിന്റെ ഹൃദയത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിനാൽ ഈ കാരിസ്മാവിൽ വന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം സ്ഥാപിച്ചു പോകൂ. പ്രിയമുള്ളവരെ, ആരൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയാലും, ആകാശം ഭൂമി കടന്നു പോകുന്നത് പോലെ കടന്നു പോയാലും, നീ എത്ര തെറ്റുകളും കുറ്റങ്ങളും ചെയ്താലും, ലോകം നിന്നെ കുറ്റം വിധിച്ചാലും, എനിക്ക് വേണം നിന്നെ, നിരോഗിയാണെന്നാലും എനിക്ക് വേണം നിന്നെ, നീ പാപിയാണെന്നാലും, ലോകം നിന്നെ വെറുത്താലും, ക്ലേശം നിന്നെ മതിച്ചാലും, എനിക്ക് വേണം നിന്നെ. ആരുണ്ടാവില്ല കേട്ടോ ഇങ്ങനെ പാടാൻ. വേണമെങ്കിൽ പാട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ വരി ഞാൻ എഴുതി തരാം. കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീട്ടിൽ വയ്യാണ്ട് കിടക്കണ അമ്മായിമില്ലേ, അമ്മായിമേരെ കട്ടിലിനടുത്ത് നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പാടൂ, എനിക്ക് വേണം നിന്നെ, നിരോഗിയാണെന്നാലും. പാടോ. പ്രിയമുള്ളവരെ, ഒരു രോഗം വന്നാലുണ്ടല്ല, പിന്നെ നമ്മളെ ആർക്കും വേണ്ട.
രോഗം വരണം വരെ ഈ ഭംഗിയിലൊക്കെ നോക്കുള്ളോ. കിഡ്നിയ പോയാൽ, ക്യാൻസറാ വന്നാൽ വേണ്ട, ഭർത്താവിനും വേണ്ട, ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട. എന്നെ ഒരുത്തൻ ഒരു ദിവസം, അച്ഛോ എൻ്റെ അമ്മ വയ്യാണ്ട് എടുക്കണം, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുന്നോട്ട് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആൾക്കാരുടെ മനസ്സിലെന്താന്ന് നമുക്കറിയില്ലല്ലോ, അവരുടെ മനസ്സിലെന്താന്ന്. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ, അവിടെ ഒരു 98 വയസ്സായ അമ്മാമ്മ കിടക്കണേ. അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. 98 വയസ്സുള്ള അമ്മാമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളുടെ അഭിപ്രായം? രോഗശാന്തി കിട്ടി വേഗം എഴുന്നേറ്റ് നടന്ന ജോലികളൊക്കെ ചെയ്ത് അങ്ങനെയാണോ? എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവെ അനുഗ്രഹിക്കണേ, സമാധാനം കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങോട്ട് പോന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെ വരണം. ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്നത് അല്ലല്ലല്ല, അച്ഛൻ തന്നെ പറയണം. ഞാൻ ഡേവിഡ് ശർമ്മലച്ചേട്ടാ, ഞാനേ വന്നു പോയി, അച്ഛൻ തന്നെ വരണമെന്ന്. എന്തുട്ട് നീ പറഞ്ഞു? അമ്മ മരിച്ചാ. ആ ഒരു സന്തോഷം കണ്ട. അച്ഛൻ തന്നെ വരണമെന്ന്. എന്തിന്? ശവടപ്പിന്. കാരണം അച്ഛൻ വന്നിട്ടല്ലേ മരിച്ചേ, അതുകൊണ്ട് അച്ഛൻ തന്നെ ശവടപ്പ്. ഞാൻ പറഞ്ഞു മോനെ, സംഭവം നിനക്ക് സന്തോഷമായി മനസ്സിലായി, പക്ഷെ ഞാൻ ശവടപ്പിനൊക്കെ വരാം. പക്ഷെ ഒരു കാര്യം കേട്ടാ, എന്താച്ചോ ദയവ് ചെയ്ത് അധികം പബ്ലിസിറ്റി കൊടുക്കല്ലടാ. എന്ത്? എനിക്ക് വേറെ പണിക്ക് പോകാൻ പറ്റില്ല മോനെ. കാരണം നിന്റെ ശവടപ്പ് കഴിയുമ്പോൾ ഹലോ ഡേവിഡ് ശ്രമിച്ചല്ലേ? അതെ. അപ്പം കുറച്ചാളൊക്കെ എടുക്കണം അച്ഛോ, ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ, ഒന്ന് പ്രാർത്ഥിക്കണം. ഫോൺ വയ്ക്കണമെങ്കിൽ അടുത്താളെ ഹലോ ഡേവിഡ് ശ്രമിച്ചില്ല, അതെ കാഞ്ഞിരപ്പള്ളിയിലാണ്. എന്താവോ എൻ്റെ അമ്മ കുറച്ചാളൊക്കെ എടുക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛോ. എൻ്റെ പേരെന്താവും പിന്നെ? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുറച്ച് കഴിയുമ്പോഴേ മക്കളൊക്കെ ആശിച്ചു പോവും. എന്തെന്ന്? വയ്യാണ്ട് എടുക്കണ ചക്കൻ്റെ അപ്പൻ്റെ അടുത്ത് മോൻ വന്നിട്ട് പറയാ, എന്തോട്ട് കിടപ്പായി കിടക്കണേ. അപ്പൊ അല്ല മോനെ വിളിക്കണ്ട. അപ്പൊ ചക്കൻ പറയും, എന്തുട്ടി വിളിക്കണ്ട അങ്ങട് പോവന്നെ എങ്ങട്. വിഷമിക്കുന്നു വേണ്ട. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഈ ലോകത്തെ കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന്റെ പക്കലേക്ക് പോകുന്നതിൽ ആശങ്ക ഉണ്ടെങ്കിൽ അതിനർത്ഥം നീ കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ തോമസ് ശ്ലീഹ നമ്മളോട് പറഞ്ഞത്? നമുക്ക് അവനോട് കൂടെ പോയി മരിക്കാം. വെറുതെ പ്രസംഗിച്ചതല്ല മാതാപിതാക്കളെ. അതിനാൽ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം സ്ഥാപിക്കണം. സങ്കടത്തിലും സന്തോഷത്തിലും ജോബിനെ പോലെ പറയാൻ പറ്റണം, ദൈവം തന്നു, ദൈവം എടുത്തു. യഥാർത്ഥ സ്നേഹം. വചൻ ചുരുക്കാണ്, സമയമാകുന്നു. ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ദൈവത്തെ മറന്നു പോയിട്ടുണ്ടോ? പ്രത്യേകിച്ച് മാതാപിതാക്കളെ, നിങ്ങളുടെ യുവതി യുവാക്കളെ ഓർക്കുക. നിങ്ങളുടെ മക്കൾ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ പ്രായം കുറച്ചാവുമ്പോൾ നമ്മൾ വരണേ. ചെറുപ്പക്കാരോ, മനസ്സിലായ? പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തെ മറന്നു പോകുന്നു. നല്ല കാലത്ത് ദൈവത്തെ മറന്നു പോകുന്നു. പിന്നെ നമ്മളെ പലരും സ്നേഹിക്കും. മക്കളില്ലാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ അവരോട് കൂടെ ചേർന്ന് നിൽക്കുന്നത് നല്ലതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അവരുടെ സ്വത്തിലൊക്കെ ചെറിയൊരു അംശമൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മക്കളില്ലാത്ത ദമ്പതികളോട് ചേർന്ന് നിൽക്കുക നല്ലതാണോ? കല്യാണം കഴിക്കാത്ത അമ്മായിമാരുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുന്നത് നല്ലതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. കാരണം അമ്മായിയുടെ സ്വത്തിൽ ചെറിയൊരു വകുപ്പ് നമുക്കുണ്ടാവും. ഭർത്താവ് മരിച്ചുപോയി വിധവകളായിരിക്കുന്ന ആൾക്കാരെയും നല്ലോണം സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും നല്ലതാണ്. അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ അത് കൂടെ നിന്ന് കഴിഞ്ഞാൽ. പ്രിയ സഹോദരങ്ങളെ, തമ്പുരാന്റെ അടുത്ത് വന്ന് വലിയ പ്രാർത്ഥനയാ. തമ്പുരാനെ സ്നേഹിക്കാനാണോ അതോ തമ്പുരാനോട് ചോദിക്കാനാണോ വരുന്നത്? യേശുവിന്റെ വചനം ഓർക്കുക, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് എന്തിനാ പ്രിയമുള്ളവരെ? എന്തെങ്കിലും കിട്ടാനല്ല. സ്നേഹത്തിന്റെ പേര് കൊടുക്കൽ എന്നാണ്, കിട്ടൽ എന്നല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഏത് ധ്യാനകേന്ദ്ര പോലെ എവിടെ പോയാലും എനിക്കെന്ത് കിട്ടും? അതുകൊണ്ട് ഇതൊന്നല്ല ദൈവസ്നേഹം. ദൈവസ്നേഹം എന്ന് പറയുന്നത് കൊടുക്കലാണ് പ്രിയമുള്ളവരെ. യേശു ക്രിസ്തു കാണിച്ചു തന്നില്ലേ? വസ്ത്രം അങ്ങോട്ട് ഊരിയിട്ട് അങ്ങോട്ട് കൊടുത്തേ, തല്ലൂടാണ്ട് നറുക്കിട്ടെടുത്തോളോട്ടാ. ഓക്കെ 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 ഓക്കെ
അമ്മേനയുടെ യോഹന്നാന് അമ്മേനെടുത്ര അമ്മേനെ തന്നോ, വസ്ത്രം തന്നോ, ശരീരം തന്നോ, രക്തം തന്നോ, അവസാനം ഒരു തുള്ളി വെള്ളം തന്നില്ലേ? എന്നിട്ടല്ലേ പറഞ്ഞ് എന്നെ കണ്ടുപഠിക്കാൻ. നമ്മളെന്തുടെ പഠിച്ചുള്ളത്? പ്രിയമുള്ളവരെ, സത്യമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് യേശു ക്രിസ്തുവിനെ കൊണ്ട് എനിക്കെന്ത് ഈ ലോകത്തിലെ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ലോകം മുഴുവൻ നേടിയെടുത്തു, സമ്പത്ത് മുഴുവൻ, ഈ ശ്വാസം കൂടെ പോകുമ്പോ വെറും മണ്ണായി പൊടിയായി മാറുന്ന മനുഷ്യ എന്ത് സമ്പാദിച്ചു ഈ ലോകത്തിലെ? സമ്പാദിക്കണം. സമ്പത്ത് വിട്ട് ദാനം ചെയ്യുവിൻ, സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുവിൻ. ആ നിക്ഷേപത്തിന്റെ പേരാണ് തമ്പുരാനോടുള്ള സ്നേഹം, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചാൽ പിന്നെ ഭർത്തൃ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. നിങ്ങളുടെ ഭാര്യ മരിച്ചാൽ ഇനി ഭാര്യ സ്നേഹം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ മക്കൾ കല്യാണം കഴിഞ്ഞു പോയാൽ അതോടുകൂടെ പോയി. ഈ ലോകത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവരവരുടെ കാര്യം നോക്കി പോകും. ഒന്നേ നിനക്ക് ബാക്കിയുണ്ടാകൂ, കർത്താവ് നിന്നോട് കാണിച്ച സ്നേഹം. ആ സ്നേഹം ഓർത്താൽ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ പടിയൻ ജീവിതം പോരാ. അടുത്ത വരി, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? വരില്ലെന്ന്. അതുകൊണ്ട് സഹോദരൻ, യഥാർത്ഥ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എന്ന് കത്തിച്ചൊലിക്കുന്നുവോ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ള എത്രയോ ആൾക്കാർക്ക് അവസാനത്തെ ശുശ്രൂഷ കൊടുക്കാൻ പോകുമ്പോൾ ചില മനുഷ്യരുടെ മുഖത്തുള്ള സന്തോഷം. അടുത്ത എൻ്റെ ഇടവകയിൽ ഒരാൾ മരിച്ചു. ഓർമ്മയിൽ, അച്ചോ എനിക്ക് ഒപ്പുരിശമ വേണം. കൈകൾ കാട്ടിയിട്ട് ഈ കൈകൾ വഴി ചെയ്ത പാപങ്ങൾ, ഈ പാദങ്ങൾ ചെയ്ത പാപങ്ങൾ എത്ര സന്തോഷത്തോടെ തമ്പുരാനൊരു ജീവിതം തന്നച്ചു. പറ്റാവുന്നതൊക്കെ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഒരാകുലതകളില്ലാതെ. പോകുന്നേ ഞാൻ എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാൻ എന്താതെൻ്റെ ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു ഈ യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ഇതാണ് പ്രിയമുള്ളവരെ ജീവിതം. ജനിച്ചു, ദൈവത്തിൻ്റെ ചൈതന്യത്താൽ നാം ജനിച്ചു, ദൈവത്തിൻ്റെ ശ്വാസത്താൽ നമ്മൾ ജീവിച്ചു. യാത്രയാകുന്നു, യാത്ര ഒരിക്കലും അവസാനിക്കാത്ത യാത്ര. പറഞ്ഞില്ലേ ഈശോ, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നു, വരും കൂട്ടിക്കൊണ്ടു പോകുവാൻ. ആ വാക്കുകളേക്കാൾ കൂടുതൽ ഒരു വാക്കിനെയും ഈ ലോകത്ത് വിശ്വസിക്കരുത്. വരും കൂട്ടിക്കൊണ്ടു പോകുവാൻ. ആ വാക്കാണ് നമ്മുടെ ജീവിതം.